എല്ലാ കണ്ണുകളും ബംഗാളിലാണ്. ബംഗാളിൽ 110 സീറ്റ് നേടിക്കഴിഞ്ഞു. BJP സർക്കാർ വരും. മമതയുടെ ഭരണത്തിൽ സ്ത്രീകൾ പോലും ബലാത്കാരത്തിന് ഇരയാകുന്നുവെന്ന് സുവേന്ദു അധികാരി. മമതയുടെ അഹങ്കാരം ജനങ്ങൾ തകർത്തുവെന്നും ബംഗാളിൽ BJP വിജയം ഉറപ്പിച്ചുവെന്നും ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി. മമതയുടെ കുപ്രചാരണത്തിന് മറുപടി. സാംസ്കാരിക വൈവിധ്യം കാത്തു സൂക്ഷിക്കാൻ നരേന്ദ്രമോദി താന്തനിയ കാളിബാരിയിൽ. ഓരോ സ്ത്രീക്കും 36,000 രൂപ. സർക്കാർ ജോലികളിൽ 33% സംവരണം. സ്ത്രീ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്ന പുതിയൊരു ബംഗാൾ കെട്ടിപ്പടുക്കുമെന്ന് ബംഗാളിൽ മോദി ഗ്യാരണ്ടി. മമതാ ബാനർജിയോ സുവേന്ദു അധികാരിയോ മെയ് 4 അറിയാം എന്തായിരിക്കും ബംഗാളിലെന്ന. ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിനെ തൂത്തെറിഞ്ഞ വൻ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന് BJP നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി. വോട്ടെടുപ്പ് നടന്ന ആദ്യഘട്ടത്തിൽ BJP 110 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചുവെന്നും ആകെ 294 സീറ്റിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 29-നാണ്. മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ BJP പശ്ചിമ ബംഗാളിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് BJP നേതാവ് സുവേന്ദു അധികാരി ആവർത്തിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജി പശ്ചിമ ബംഗാളിനെ പൂർണ്ണമായും നശിപ്പിച്ചുവെന്നും എന്നാൽ ഇത്തവണ ജനങ്ങൾ അവർക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും അധികാരി പറഞ്ഞു. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാരണം നുഴഞ്ഞുകയറ്റത്തെ പിന്തുണയ്ക്കുന്നതിനാൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി നൽകുന്നതിൽ ബാനർജിയുടെ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് സുവേന്ദു പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഭവാനിപൂരിന് മാത്രമല്ല മുഴുവൻ പശ്ചിമ ബംഗാളിനും അതിന്റെ ഭാവിക്കും നിർണായകമാണ്. ഇത് ഭാരത സുരക്ഷയെക്കുറിച്ചുള്ള വിഷയമാണ്. ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടാൻ BSFന് സ്ഥലം നൽകാൻ മമതാ ബാനർജിയുടെ സർക്കാർ സമ്മതം നൽകാത്ത കാര്യം എല്ലാവർക്കും അറിയാം. ഒരു ജനസംഖ്യാപരമായ മാറ്റം സംഭവിക്കുകയാണ് ഇപ്പോൾ. 9 ജില്ലകളിൽ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമുണ്ടെന്നും സുവേന്ദു പറഞ്ഞു. ബംഗാൾ തെരഞ്ഞെടുപ്പിൽ BJP തോൽക്കുമെന്ന അഭിഷേക് ബാനർജിയുടെ അവകാശവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ TMC നേതാവ് ഒരു പോരാട്ടവും കണ്ടിട്ടില്ലെന്നും മമതയുടെ അനന്തരവനാണ് എന്നതാണ് ഏക നേട്ടമെന്നും സുവേന്ദു പറഞ്ഞു. തന്റെ മുഴുവൻ രാഷ്ട്രീയ ജീവിതത്തിലും താൻ അനുഭവിച്ച പോരാട്ടത്തെക്കുറിച്ച് അഭിഷേകിന് അറിയില്ലെന്നും സുവേന്ദു പറഞ്ഞു. ബംഗാൾ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ നന്ദിഗ്രാം, ഭവാനിപൂർ നിന്ന് മത്സരിക്കുന്ന സുവേന്ദു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ BJPയുടെ സകലവിധ പിന്തുണയും തനിക്ക് ലഭിച്ചുവെന്ന് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ എന്നിവയെക്കുറിച്ച് ഇപ്പോഴും TMC ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് സുവേന്ദു ആരോപിച്ചു. BJP സർക്കാർ രൂപീകരിച്ചാൽ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് സാധാരണ രീതിയിൽ പാർട്ടിയുടെ ഉന്നത നേതൃത്വമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്ന് സുവേന്ദു പറഞ്ഞു. മമതാ ബാനർജി ഒന്നും ചെയ്തിട്ടില്ല. ജോലിയും സുരക്ഷയും നൽകുന്നത് അവർ പരാജയപ്പെട്ടു. CAA കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയാമോ? ഞങ്ങൾ തീർച്ചയായും 110 സീറ്റുകൾ നേടും, അതിലൊരു സംശയവുമില്ലെന്നും സുവേന്ദു പറഞ്ഞു. മമതാ ബാനർജി ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്നത് തുടരുന്നു. മഹാകുംഭമേളയെയും അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെയും പോലും അവർ വിമർശിച്ചു. രാമക്ഷേത്രം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ഒരേയൊരു നേതാവ് അവരായിരുന്നു. പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അത് ചെയ്തില്ല, പക്ഷേ അവർ അതിനെ വിമർശിച്ചു. അവർ പശ്ചിമ ബംഗാളിനെ നശിപ്പിച്ചു, പക്ഷേ ഇത്തവണ അവർ ജനങ്ങളാൽ നശിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമ ബംഗാളിലെ തൃണമൂൽ ഭരണത്തിന് അന്ത്യമായെന്നും മമതാ ബാനർജിയുടെ അഹങ്കാരത്തിന് ജനങ്ങൾ മറുപടി നൽകി കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി. പശ്ചിമ ബംഗാളിലെ സാംസ്കാരിക സ്വത്വത്തെയും ഭക്ഷണ രീതികളെയും BJP തകർക്കുമെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കുപ്രചരണങ്ങൾക്കുള്ള ശക്തമായ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സസ്യാഹാരേതര പ്രസാദം അർപ്പിക്കുന്ന പാരമ്പര്യമുള്ള വടക്കൻ കൊൽക്കത്തയിലെ പുരാതനമായ താന്തനിയ കാളിബാരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പ്രധാനമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വടക്കൻ കൊൽക്കത്തയിലെ റോഡ് ഷോയ്ക്ക് മുന്നോടിയായിട്ടായിരുന്നു ഈ സുപ്രധാന സന്ദർശനം. ബംഗാളിൽ BJP അധികാരത്തിലെത്തിയാൽ മത്സ്യമാംസ വിഭവങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്ന് മമതാ ബാനർജി നിരന്തരം പ്രസംഗിച്ചിരുന്നു. ജനങ്ങളെ ഭയപ്പെടുത്തി വോട്ട് നേടാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ഈ നീക്കത്തെ വൈവിധ്യങ്ങളെ മാനിക്കുന്ന തന്റെ പ്രവൃത്തിയിലൂടെ പ്രധാനമന്ത്രി തകർത്തിരിക്കുകയാണ്. BJPക്ക് ബംഗാളിന്റെ സംസ്കാരം അറിയില്ലെന്ന മമതയുടെ ആരോപണം വെറും രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണെന്ന് ഈ സന്ദർശനം തെളിയിക്കുന്നു.